ഉറി അടിക്ക് തിരിച്ചടി നൽകണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ M.K. ഭദ്രകുമാർ, ഈ ഉറിയുടെ ആഘാതത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് സംബന്ധിച്ച് ആലോചനകൾ നടന്നു. സൈന്യം തീവ്രമായൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുടെ മുൻകൈയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന തീരുമാനം കൈക്കൊണ്ടുവെന്നും അറിയാൻ കഴിയുന്നു. ഇതാണോ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രതിവിധി? ഇത് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനമാണ്. അത് നമ്മൾക്ക് വിമർശിക്കാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുന്നത്. അത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന് വെച്ചിരുന്നാൽ നമ്മളുടെ റെറ്റോറിക് വളരെ വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്, ഇത് ചെയ്യാൻ പോവുകയാണ്, ബലൂചിസ്ഥാൻ പിടിക്കാൻ പോവുകയാണ്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, ഗിൽഗിത് ബാൽത്തിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പാകിസ്ഥാൻ ഈ യുറിയിൽ ഉദ്ദേശിച്ചിരുന്നതും എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള, അവർക്ക് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് അതാണ്, നമ്മളുടെ നേതൃത്വത്തെ ഒന്ന് താഴ്ത്തിക്കെട്ടുക. അപ്പോൾ അത് ഇപ്പോഴിപ്പോൾ ഫേസ്ബുക്കും ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സിലെല്ലാം കണ്ടാൽ അറിയാം, വളരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നാഷണൽ സെക്യൂരിറ്റി സ്റ്റേറ്റാക്കി ഇന്ത്യയെ മാറ്റാം എന്നുള്ള 2014 ആ ഇലക്ടറൽ പ്ലെഡ്ജ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ബോധ്യമായി തുടങ്ങിയില്ലേ. പക്ഷേ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ്. ഇതിൽ നമ്മൾ കാണാത്ത ചില വശങ്ങളും കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ റോൾ. അത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വ്യാഴാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോക്സ്മാൻ ജോൺ കിർബിയുടെ റെഗുലർ ബ്രീഫിങ്ങിൽ അദ്ദേഹം ഈ അമേരിക്കയുടെ നിലപാട് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുമായിട്ട് മാറി ഉള്ളൊരു സമീപനമാണ് അമേരിക്കയ്ക്ക് ഉള്ളതെന്നുള്ളത് അവർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച കിർബിയുടെ പ്രസ് ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ ടെൻഷൻസ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് കൂടുകയാണെങ്കിൽ ഇതൊരു ഇൻസിഡൻറ്റിൽ കലാപിക്കുമെന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു സൂചനയാണ് നൽകിയത്. ഇൻ്റലിജൻസ് ഇൻപുട്സ് അവർക്കുണ്ടെന്നുള്ളത്, ഇത്തരത്തിലുള്ള ഒരു മൊബിലൈസേഷൻ പാകിസ്ഥാനിൽ നടക്കുന്നു എന്നുള്ളത്. അമേരിക്കയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കൈമാറിയിരിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുമായിട്ട്. അതുകൊണ്ട് പലതരത്തിലും ആശയവിനിമയങ്ങൾ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ എംബസിയും സൗത്ത് ബ്ലോക്കുമായിട്ടും വാഷിങ്ടണിലും ഒക്കെ ബന്ധങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നു, ഒബാമ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് നാളെ നവാസ് ഷെരീഫിനെ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ന്യൂയോർക്കിൽ. അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഒരു മീറ്റിംഗ് അല്ലായിരുന്നു. അപ്പോൾ അവർ ഇതിൽ വലിയ തോതിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘടനത്തിലേക്ക്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുക എന്നുള്ളത് അമേരിക്കൻ റീജിയണൽ സ്ട്രാറ്റജിയെ മുഴുവനും മറിച്ച് കളയും. അവർക്കതുകൊണ്ട് അതിന് വലിയ വിസമ്മതമുണ്ട്, അത് സമ്മതിക്കുകയില്ല. പിന്നെ ഒബാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെയിം ഡക്ക് പീരീഡാണ്. അപ്പോൾ ലെയിം ഡക്ക് പീരീഡ് ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രസിഡൻഷ്യൽ ലെഗസി, ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ വരുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് മാധ്യമങ്ങളിലും മറ്റുള്ള ഡിസ്കോഴ്സസിലും ഇപ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യണം, ഹോട്ട് പെർസ്യൂട്ട് ചെയ്യണം, ഇന്ന ചെയ്യണം എന്നൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും രാഷ്ട്രീയ തലത്തിൽ ഇതിനെ സമീപിക്കുന്നത് വേറൊരു രീതിയിലാണ്. അവർ ഈ പക്വത കാണിക്കുന്നത് അവർക്കൊരു യാഥാർത്ഥ്യബോധമുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് റെറ്റോറിക്കുമായിട്ട് നോക്കുമ്പോൾ വലിയൊരു ഹയാറ്റസ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് അതിലെ കോൺട്രഡിക്ഷൻ. പക്ഷേ അതാണ് സ്ഥിതി. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്നത്തെ ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ക്വിൻറ്റസെൻഷ്യലി അതിൻ്റെ അർത്ഥം നമ്മളിത് ഡിപ്ലോമാറ്റിക് ട്രാക്കിൽ ഇതിനെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൊഫസർ KV തോമസ്, അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാൻ സൗഹൃദ രാഷ്ട്രങ്ങളുമായി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ എതിരെ അണിനിരത്തുക, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പങ്കിതിൽ എത്രത്തോളം എന്നത് ആധികാരികമായി സ്ഥാപിക്കുക, ഒപ്പം പാകിസ്ഥാനും തെളിവ് നൽകുക, ഈ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ
ഇന്ത്യ കൈക്കൊള്ളുകയാണ് എങ്കിൽ അതാകുമോ ശരിയായ മറുപടി? നരേന്ദ്രമോദി ഗവൺമെൻറ് പലപ്പോഴും നയതന്ത്ര രംഗത്ത് വേണ്ട വിധത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഉറി സംഭവത്തെ തുടർന്ന് അതൊരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടി ഏത് എക്സ്റ്റൻറ്റ് വരെയും ഈ ഗവൺമെൻറ്റിനെ പിന്തുണക്കുക എന്ന സമീപനമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ളത്. എന്നാൽ അതേ സന്ദർഭത്തിൽ നാം കാണേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഈ അക്രമങ്ങളെ ശരിക്കും തിരിച്ചടിക്കും എന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അധികാരത്തിൽ കടന്നു വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ നമുക്ക് ഈ ഉറിയിലെ സംഭവം ഉണ്ടായതിന് ശേഷം എന്താണ് അമേരിക്കയുടെ നിലപാട്? അമേരിക്കയുടെ നിലപാട് നമുക്ക് അനുകൂലമാണോ? അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും പ്രാവശ്യം അമേരിക്കയിൽ പോവുകയും ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് വരികയും ഏതാണ്ട് ഒരു കൂട്ടുകാരെ പോലെയൊക്കെ പെരുമാറുകയും ചെയ്തിട്ടും ഇന്ത്യക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ എന്താണ് അമേരിക്ക എടുക്കുന്ന നിലപാട് നമുക്ക് അനുകൂലമാണോ? മാത്രമല്ല, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളും ഇന്ത്യയുടെ ആംഡ് ഫോഴ്സസും നേവി ഉൾപ്പെടെയുള്ള ചില സൗകര്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് കൊടുക്കാൻ പോലും നമ്മളിപ്പോൾ അവസാന നാളുകൾ തീരുമാനിച്ചതാണ്. ഇതൊരു കാലത്ത് സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഔദാര്യം കാണിച്ചിട്ട് പോലും അമേരിക്ക ഇത്രയും ഒരു വലിയ പ്രശ്നം ഇന്ത്യയ്ക്കുണ്ടായി. ഇന്ത്യയുടെ സൈനിക ഉറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രമാണ്, അല്ലാതെ മറ്റൊരു സ്ഥലമല്ല. ആ സൈനിക കേന്ദ്രത്തിലേക്കാണ് പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടുകൂടി ട്രെയിനിങ്ങിനോടുകൂടി ഈ പ്രവർത്തനം നടന്നത്. ഇത് വളരെ നമുക്ക് വേദനിപ്പിക്കുന്ന സംഭവമാണ്, നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവം കൂടിയാണ്. ശരി, ശ്രീ കെ എ ജേക്കബ് കോശി, ഇവിടെ സൈന്യത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ട രൂപത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ ഇന്ന് പകൽ ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചയിൽ സൈന്യമെടുത്ത നിലപാടായി പറയപ്പെടുന്നത് ഈ പാക് അധീന കശ്മീരിൽ ആക്രമണം നടത്തുക, ആ ഭാഗത്തുള്ള തീവ്രവാദ ക്യാമ്പുകൾ, ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുക, LOCയിൽ കൂടുതൽ ശക്തമായ സൈനിക സാന്നിധ്യം ഉറപ്പുവരുത്തുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉചിതമായ സമയത്ത് അത്തരമൊരു സ്ഥലത്ത് വെച്ച് തിരിച്ചടി നൽകുമെന്ന് സൈന്യം പ്രതികരിക്കുന്നത് എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞു നമ്മൾ ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ രക്ഷാമന്ത്രിയും പറഞ്ഞു ആർമി മസ്റ്റ് ടേക്ക് എ സ്റ്റേൺ ആക്ഷൻ. ഇത് രണ്ടിൻ്റെയും മീനിങ് എന്താണ്? നമ്മൾ ഇത്രയും നാളും ഈ ടെററിസ്റ്റ് ആക്ഷൻ സഹിച്ചു, ഇനി അത് സഹിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ LOC ക്രോസ് ചെയ്ത് പാകിസ്ഥാൻ യൂണിറ്റ്സിനെ ആക്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ നമ്മുടെ ഒരു പല്ല് പറിച്ചാൽ അതിനു വേണ്ടി താടിയും പറിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ JR പത്മകുമാർ, പക്ഷേ സൈന്യം ഈ രൂപത്തിൽ പ്രതികരിക്കുക എന്നത് എത്രമാത്രം സാധ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച്? ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കുമെന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പാകിസ്ഥാനെ ഇന്ത്യ തള്ളിപ്പറയുന്നത് പോലെ, പാകിസ്ഥാൻ ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് ആവർത്തിക്കുന്നത് പോലെ മറ്റ് ലോകരാഷ്ട്രങ്ങളൊന്നും പറയുന്നില്ല. അത്തരമൊരു പിന്തുണ കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദൗർബല്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണോ കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ചുവടുമാറ്റം? പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ നേരത്തെ പറഞ്ഞ ശക്തമായ മറുപടി എന്നതിൽ നിന്നുള്ള വ്യതിചലനം?
അല്ല, ചുവടുമാറ്റം എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കേണ്ട. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, അതിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഴയതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു സെൽഫ് എക്സിസ്റ്റൻസ് അല്ലല്ലോ, പൊതുവിൽ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഈ ഇത്തരത്തിൽ ഇന്ത്യയെ നമ്മുടെ ഹൃദയത്തെ തന്നെ വേദനിപ്പിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ മുറിവേറ്റിപ്പിച്ച ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ, അതിൻ്റെ സിവിലിയൻ ഗവൺമെൻറ്റിനെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് തക്കതായ സമയത്തിൽ ശക്തമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ സൈന്യം പറഞ്ഞതും ഇന്നലെ ഗവൺമെൻറ് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയും പറഞ്ഞതിൽ യാതൊരു വ്യത്യാസവുമില്ല. നടപടി എടുക്കും അല്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെയാണ്. എവിടെയും അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു ഈ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സുരേഷ് കുമാർ, ഇന്നിപ്പോൾ ഇന്ത്യ കടുത്ത നിലയിൽ തിരിച്ചടിക്കുമെന്ന ആശങ്ക പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ സൈനിക മേധാവി അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമാൻഡർമാരുടെ യോഗം വിളിച്ചു കൂട്ടുക, ജാഗ്രതയോടെ ഇരിക്കാൻ നിർദ്ദേശിക്കുക, ഏത് സാഹചര്യത്തെയും നേരിടാൻ കെൽപ്പുണ്ട്, അത്രയും കാര്യക്ഷമതയോടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തുക, ഇതെല്ലാം നാം കണ്ടതാണ്. അതേസമയം അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു തണുപ്പൻ മട്ടിലുള്ള പ്രതികരണത്തിലേക്ക് ഇന്ത്യ ചുവടുമാറുകയും ചെയ്തു. എന്ത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാകാം ഇത്? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 56 ഇഞ്ച് നെഞ്ചളവ് ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് ശ്രീ നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെല്ലാം അദ്ദേഹം അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഒരു കരുത്തുറ്റ നീക്കം രാജ്യത്തുണ്ടാകുന്നു, കരുത്തുറ്റ നേതാവ് ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പൊതുവിൽ ജനങ്ങളെ ധരിപ്പിച്ചത്. പക്ഷേ ഒരു നയതന്ത്ര തലത്തിലോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു 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 അതിവൈകാരികമായ സമീപനം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു രാജ്യത്തിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതിനു മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും പരമാധികാര രാജ്യങ്ങളാണ്. അതിലുപരി ഈ രണ്ട് രാജ്യങ്ങൾ മുമ്പ് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാറിനോ എത്രത്തോളം സ്കോപ്പുണ്ട് എന്നുള്ള അതിൻ്റെ പരിമിതിയും നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക പോലുള്ള വൻ രാജ്യങ്ങൾ എത്രത്തോളം അതിന് സമ്മതിക്കും എന്നുള്ള വിഷയവുമുണ്ട്. അപ്പോൾ ഈ അതിവൈകാരികതയുടേതായ അന്തരീക്ഷം ഇല്ലാതെ പോകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതിൽ ഒരു യുദ്ധജ്വരം പടർത്തുന്നതിനേക്കാൾ ഏറ്റവും വിവേകപൂർണമായ ഒരു തീരുമാനമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പത്താൻകോട്ട് ഭീകരാക്രമണം ഉണ്ടായി. അന്നും ഇതുപോലെ ഒരു സുചിന്തിതമായ നിലപാട്, ഏറ്റുമുട്ടലിന് അപ്പുറത്തേക്ക് ബന്ധങ്ങൾ അത്രത്തോളം വഷളാക്കാതെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തുകൊണ്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ഭദ്രകുമാർ, നയതന്ത്ര തലത്തിലുള്ള സാധ്യതകളാണ് നാം ആലോചിക്കുന്നത് എങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഭീകരത ഇങ്ങനെ കയറ്റി അയക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുക? അങ്ങനെയെങ്കിൽ പത്താൻകോട്ടിൻ്റെ കാര്യത്തിലും ഇന്ത്യ അതൊക്കെ പരിശ്രമിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഇത് നമ്മളൊരു വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. എന്ന് വെച്ചിരുന്നാൽ ഇതൊരു ആക്സിയോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ടെററിസം നിന്നില്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ വസ്തുനിഷ്ഠമായിട്ട് നമ്മളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്രീയ തലത്തിൽ ഈ ടെററിസം കാശ്മീർ പ്രശ്നത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് അന്താരാഷ്ട്രീയ തലത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ടെററിസം എന്ന് നമ്മൾ പറയുന്ന കാര്യം അത് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല റെസൊണൻസ് ഉള്ള ഒരു മുദ്രാവാക്യമാണ്. ഇന്ത്യക്ക് അകത്തെങ്കിൽ തന്നെയും പുറത്ത് അത് ചിലവാകുകയില്ല. അങ്ങനെ പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്തുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ വയ്യാത്തത്? 150 മില്യണിൽ കൂടുതലുള്ള ഒരു പോപ്പുലേഷൻ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാജ്യം, ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ
പണ്ട് കർസൻ്റെ സമയം തൊട്ട് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു കൺസിഡറേഷൻ തന്നെ അതായിരുന്നിരിക്കാം അവർക്ക് സ്ട്രാറ്റജിക്കായിട്ട്, വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ. പിന്നെ ഇറാനുമായിട്ട് അതിർത്തിയിൽ കിടക്കുന്ന ഒരു രാജ്യം, ഏറ്റവും പ്രധാനമായ ഒരു ആണവ ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മിലിറ്ററി പവർ.